ഇന്നലെ ലോകകപ്പ് ഉയർത്തിയ ഇന്ത്യൻ ടീമിൽ ഏറ്റവും ആരാധകരുള്ള താരം സഞ്ജു സാംസൺ ആണ്. അത് സഞ്ജു ഈ ടൂർണമെന്റിൽ മികച്ച 3 ഇന്നിംഗ്സുകൾ കളിച്ചതുകൊണ്ട് മാത്രമല്ല, ഈ ഇന്നിംഗ്സുകൾ കളിച്ചിട്ടില്ലെങ്കിൽ പോലും നിലവിലെ T20 താരങ്ങളിൽ സഞ്ജുവിനോളം പിന്തുണ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആർക്കുമില്ല. അത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. സഞ്ജു എവിടെ പോയാലും വലിയ ആരാധകരുടെ പിന്തുണയാണ്. എന്തുകൊണ്ടാവും സഞ്ജുവിന് അങ്ങനെ ഒരു സ്വീകാര്യത എന്ന് ചോദിച്ചാൽ, ഈ ലോകകപ്പിൽ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഇന്നലത്തെ ഫൈനലിൽ തന്നെ നോക്കിയാൽ അറിയാം, സഞ്ജുവിന്റെ മികവിലാണ് ഇന്ത്യ വലിയ സ്കോർ നേടിയത്. ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് സഞ്ജു വഹിച്ചു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റ രീതി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ പക്വമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത്. അതായത് ഒരു ആഘോഷം പോലും അദ്ദേഹം ഒരു പരിധി വിട്ട് ചെയ്തിട്ടില്ല. പലപ്പോഴും പോസ്റ്റ് മാച്ച് സെലിബ്രേഷൻ ടൈമിലൊക്കെ നോക്കുമ്പോൾ സഞ്ജു വളരെ ക്വയറ്റാണ്. പലപ്പോഴും ക്യാമറയിലൊന്നും സഞ്ജുവിനെ കാണാനില്ല. എല്ലാവരും ചാടിത്തുള്ളി ആഘോഷിച്ച് നടക്കുന്ന സമയത്തും സഞ്ജു അതിനിടയിലൊന്നും അങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നേ ഇല്ല. വളരെ ക്വയറ്റായിട്ട് അദ്ദേഹം ഒരു ഭയങ്കര കൂളായിട്ട് അവിടെ നടക്കുന്ന ഒരാളെ പോലെ. അത് വല്ലാതെ ആളുകളുടെ ഒരു ആകർഷണം ലഭിക്കുന്ന കാര്യമാണ്. അത് സഞ്ജു അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നല്ല, പുള്ളിയുടെ നാച്ചുറൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ IPL ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഗംഭീരമായിട്ട് സെഞ്ചുറി അടിച്ച് അങ്ങ് നിൽക്കുമ്പോൾ പുള്ളി വളരെ സ്വാഭാവികമായിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അതല്ലാതെ വലിയ രീതിയിലൊന്നും സഞ്ജു അത് ആഘോഷിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്നേഹവും ലഭിച്ചു നിൽക്കുന്ന ഒരു പോയിന്റാണ്. ഈ രാജ്യത്തിന് വേണ്ടി വലിയ നേട്ടം നേടി നിൽക്കുന്ന ഒരു പോയിന്റാണ്. എത്ര വേണമെങ്കിലും അഹങ്കാരം കാണിക്കാവുന്ന ഒരു പോയിന്റിലാണ്. പക്ഷെ എന്ത് കൂളായിട്ടാണ് പുള്ളി ഇടപെടുന്നത്. അതൊരു വല്ലാത്ത ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ സഞ്ജുവിന് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയേറെ ആരാധകർ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം എവിടെ പോയാലും അങ്ങനെയാണ്. ഇപ്പോൾ ICCയുടെ പേജിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വന്നാൽ, ഒരുപാട് താരങ്ങളുടെ ഫോട്ടോ ഒരുമിച്ചിട്ടാലും സഞ്ജുവിന്റെ ഫോട്ടോയ്ക്കാണ് കൂടുതൽ റിയാക്ഷൻസും കമന്റ്സും ഒക്കെ വരുന്നത്. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ തന്നെയാണെന്ന് പറയാം. അതുപോലെയാണ് ഇന്നലെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തത്. കൂടുതൽ അദ്ദേഹം കുൽദീപ് യാദവിന്റെ കൂടെയായിരുന്നു. കാരണം കുൽദീപ് യാദവിന്റെ കൂടെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ തവണ ഇന്ത്യ ലോക കിരീടം നേടിയ സമയത്ത് സഞ്ജുവിന് ഒരു മത്സരത്തിൽ പോലും ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സഞ്ജു ഫുൾ ടൈം സൈഡ് ബെഞ്ചിൽ തന്നെയായിരുന്നു. അതിന്റെ ഒരു പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യും. ഇത്തവണ പോലും പലപ്പോഴായിട്ട് അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തവണ കുൽദീപ് യാദവിന് അധിക മത്സരങ്ങളിൽ അവസരം കിട്ടിയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കുൽദീപ് യാദവിന്റെ മാനസികാവസ്ഥ സഞ്ജുവിന് മനസ്സിലാവും. അപ്പൊ ഇത് പറയുമ്പോൾ കുൽദീപിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, സഞ്ജുവിന് വലുപ്പച്ചെറുപ്പം ഒന്നുമില്ല. ഇപ്പൊ ഈ ടൂർണമെന്റിൽ തന്നെ ചെന്നൈയിൽ കളിയുണ്ടായ സമയത്ത് അവിടുത്തെ തമിഴ്നാട് ക്രിക്കറ്റ് ബോർഡിന്റെ ആള് പറയുന്നുണ്ട്, സഞ്ജു ബോൾ ബോയ്സിന്റെ തോളിൽ കൈയിട്ട് അവരോട് ഇടപഴകി അവരോട് സംസാരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന കാര്യമൊക്കെ. പലപ്പോഴും പല ക്രിക്കറ്റ് താരങ്ങളും ബോൾ ബോയ്സിനോടൊന്നും സംസാരിക്കുക പോലുമില്ല, അവരുടെ ഫോട്ടോ എടുക്കാൻ പോലും ചിലപ്പോൾ തയ്യാറാവാറില്ല. അവിടെയാണ് സഞ്ജു വ്യത്യസ്തനാവുന്നത്. അത് ബോധപൂർവമല്ല, അയാളുടെ സ്വാഭാവികതയാണത്. ആ സ്വാഭാവികതയ്ക്ക് വലിയ വിലയുണ്ട്. ആ സ്വാഭാവികത തന്നെയാണ് സഞ്ജുവിന് ഇത്രയേറെ സ്നേഹവും ആരാധകരുടെ പിന്തുണയും ഒക്കെ ലഭിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതും കൂടെ ഒരു കാരണമാണെന്ന് പറയാം. എത്ര വേണമെങ്കിലും അഗ്രഷൻ കാണിക്കാവുന്ന, എത്ര വേണമെങ്കിലും അഹങ്കാരം കാണിക്കാവുന്ന ഒരു പോയിന്റിലാണ് സഞ്ജു നിൽക്കുന്നത്. എന്നിട്ടും ആ മനുഷ്യന്റെ ഒരു ജസ്റ്ററിൽ പോലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിനാൽ തന്നെ സഞ്ജുവിന് ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്ന സ്നേഹത്തിലും പിന്തുണയിലും ഒക്കെ വല്ലാത്ത വർധനവുണ്ടാവും.